Hi friends, welcome to Rich's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഓണം സ്പെഷ്യൽ കൂട്ടുകറിയാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് കടലപ്പരിപ്പ് 1 കപ്പ്, കുമ്പളങ്ങ 1 കപ്പ്, ചേന 1 കപ്പ്. നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടലപ്പരിപ്പ്, ചേന, കുമ്പളങ്ങ, 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറുടെ ലിഡ് കൊണ്ട് മൂടി കൊടുക്കാം. 2 വിസിൽ വിട്ട് എടുക്കാം. നമുക്ക് ഇതുപോലെ വെന്ത് വരും. ഓക്കെ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കടായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു മിക്സറുടെ ജാർ എടുത്തോളൂ. അതിലേക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്തോളൂ. കുരുമുളക് 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം ഇനി ഇതിലേക്ക് ആഡ് ചെയ്തോളൂ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കടായിൽ കറി ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കൂ. ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്യൂ. വെള്ളം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഓണം സ്പെഷ്യൽ കൂട്ടുകറി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് വെല്ലം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വെല്ലം വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടുകറി വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻസ് അറിയിക്കണം. ഓക്കെ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറ്റട്ടെ, ഒന്ന് ഡ്രൈ ആവണം. നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഓയിൽ 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് 1/4 ടീസ്പൂൺ കടുക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി, അവിയൽ എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നോക്കിയോളൂ. ഇഞ്ചിപ്പുളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിപ്പുളിയും കാണാൻ മറക്കരുത്. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. സോ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി വറ്റൽ മുളക് 3 എണ്ണം, ചെറിയുള്ളി 4 എണ്ണം ചോപ്പ് ചെയ്തത്, കരിവേപ്പില ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന്
ലൈറ്റ് ബ്രൗൺ ആകട്ടെ. ഞാൻ തേങ്ങ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നല്ല ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഓക്കെ, തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ റോ സ്മെൽ പോകുന്നവരെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ചെയ്ത് കൊടുക്കാം. താളിച്ചത് ഒന്ന് പാനിൽ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം അടുപ്പ്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. നോക്കൂ, നമ്മുടെ കൂട്ടുകറി റെഡിയായി. എല്ലാവരും ഈ കൂട്ടുകറി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയായ ഓണം സ്പെഷ്യൽ കൂട്ടുകറി റെഡി. സ്പെഷ്യൽ ഇഞ്ചിപ്പുളി അവിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാൻ മറക്കരുത്. സോ നമ്മുടെ കൂട്ടുകറി റെഡി. ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. നോക്കൂ, നല്ല ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ ഡെലീഷ്യസ് കൂട്ടുകറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching my channel. Be good and do good. Take care. Thank you. Bye. Keep smiling.